ഇന്ന് ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ കൊടൈ സിറ്റി തന്നെയായിരുന്നു ഞങ്ങൾ റൂം എടുത്തിരുന്നത്. റൂമിൻ്റെ ചെക്ക് ഔട്ട് ടൈം 11 മണിയാണെങ്കിലും ഇനിയുള്ള യാത്രയ്ക്ക് ഏകദേശം 2 മണിക്കൂറോളം വേണ്ടി വരുമെന്നതിനാൽ 9:10 കൂടി ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇന്നത്തെ യാത്ര കൊടൈക്കനാലിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. എവിടെയാണെന്നല്ലേ പറയാം. ഒരുപാട് നാളുകളായി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരിക്കൽ നേരിട്ട് പോയി കാണണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് മന്നവന്നൂർ. സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് മാറി പച്ചപ്പും മലനിരകളും ശാന്തമായ ഗ്രാമീണ കാഴ്ചകളൊക്കെയായി മറ്റൊരു അനുഭവം തന്നെയാണ് മന്നവന്നൂർ നൽകുന്നത്. സോ ഇന്നത്തെ ദിവസം കുറച്ച് സമയം മന്നവന്നൂർ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മന്നവന്നൂരിൽ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് അവിടുത്തെ ഷീപ്പ് ഫാമാണ്. സത്യത്തിൽ ഒരു റീല് കണ്ടപ്പോഴാണ് മന്നവന്നൂരിൽ ഇങ്ങനെ ഒരു ഷീപ്പ് ഫാം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. റീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ചെന്നാൽ അധികം ആളുകളൊന്നും ഉണ്ടാകില്ല, നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, നല്ല ഡ്രോൺ ഷോട്ട്സും കിട്ടുന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറും ആഗ്രഹമാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ കണ്ട അതേ റീൽ നമ്മൾ മാത്രമല്ലല്ലോ കാണുന്നത്. നമ്മളെപ്പോലെ തന്നെ റീല് കണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെത്തിയ സമയത്ത് ഷീപ്പ് ഫാമിൽ നല്ല തിരക്കായിരുന്നു. അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് മലയാളികളെയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫാമിലീസിനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥലം വൈറലായ പിന്നെ അവിടെ നമ്മൾ മാത്രം പോയി സമാധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ആഗ്രഹമൊക്കെ വെറും ആഗ്രഹമായി തന്നെ ബാക്കി നിൽക്കും. അവിടെ ഒരുത്തൻ മാത്രം വേലിക്കരികിൽ നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം കൂട്ടമായിട്ട് കുറച്ച് ദൂരത്തായിരുന്നു. അതുകൊണ്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് ഇവനെ മാത്രമാണ്. കുറച്ചുപേരെ അടുത്ത് നിന്ന് തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആളുകളെയൊന്നും വലിയ കാര്യമാക്കാതെ അവൻ പുല്ല് തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഷീപ്സിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഷീപ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരു റാബിറ്റ് ഫാം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന റാബിറ്റ്സിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു ഇവിടെയുള്ളത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള റാബിറ്റ്സ് ആയിരുന്നു എല്ലാം. തണുപ്പുള്ള ഏരിയ ആയത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല കട്ടിയുള്ള രോമൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, പിന്നെ വൈറ്റ് ആൻഡ് ഗോൾഡൻ ഇലയും കലർന്ന കളറുകളിലൊക്കെ ആയിട്ട് പല നിറത്തിലുള്ള റാബിറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുഞ്ഞു റാബിറ്റ്സും. അതൊക്കെ കാണാൻ പിന്നെ പറയണ്ട, ഭയങ്കര ക്യൂട്ടായിരുന്നു. അവിടെ നോട്ട് അലൗഡ് ആയിട്ടുള്ള ഒരു റാബിറ്റേറിയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ബ്രീഡിങ്ങിനോ മറ്റോ വേണ്ടി മാറ്റിവെച്ചാന്നാണ് തോന്നുന്നത്. ഒരു കൂട്ടം ഷീപ്പുകളെ മലനിരകളിലേക്ക് മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ വെള്ളപ്പൊട്ടുകൾ പോലെയാണ് അവയെ കാണുന്നത്. ഒരുപക്ഷെ ഷീപ്പുകളുടെയൊക്കെ ഷെൽട്ടർ ആയിരിക്കാം അത്. ആ കുന്നിൻ്റെ മുകളിൽ ഹോഴ്സ് റൈഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 200 മീറ്ററോളം പോയിട്ട് അതേ വഴി തിരിച്ചു വരുന്നതാണ് റൈഡ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 100 രൂപയായിരുന്നു ചാർജ്. ഇപ്പം സമയം 12:30 കഴിഞ്ഞിരിക്കുകയാണ്. കുന്നിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ടെങ്കിലും ഇടയ്ക്കിടെ തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ മന്നവന്നൂർ ഷീപ്പ് ഫാം വിസിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ മെയിൻ ഡെസ്റ്റിനേഷനായ കൂക്കാലിലേക്കാണ് യാത്ര. അവിടെ ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു സ്റ്റേയിലേക്ക് ഏകദേശം 40 മിനിറ്റ്സോളം യാത്രയുണ്ട്. അപ്പം ആ യാത്രയിലാണ് ഇപ്പം ഞങ്ങൾ. അങ്ങനെ റിസോർട്ടിലെത്തിയതും ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കല്ല കേട്ടോ, ഫുഡ് കഴിക്കാനാണ്. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വിശപ്പ് അതിൻ്റെ പീക്കിലായിരുന്നു. ഫുഡിൻ്റെ കൂടെ സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി ജ്യൂസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും ഇവിടെ തന്നെ കിട്ടാനൊരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. ഇവിടെ ടോട്ടൽ 6 ക്യാബിൻ ഹൗസുകളാണുള്ളത്. അതിൽ 3ാമത്തെ ക്യാബിനാണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നത്. റൂം നല്ല അടിപൊളിയായിരുന്നു. ഒരു കപ്പിളിനോ മാക്സിമം 3 പേർക്കോ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാബിൻസാണ് എല്ലാം. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുറച്ചുകൂടി വലിയ സെപ്പറേറ്റ് ക്യാബിനുകളും ഇവിടെയുണ്ട്. ഏകദേശം 4 അതിൽ കൂടുതലും ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കുറച്ച് വ്യത്യസ്ത ഇനത്തിലുള്ള കോഴികളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രീഡ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കൂടെ കുറേ താറാവുകളും മുയലുകളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈ ഒരു ഫാം ഏരിയ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ നമുക്ക് ഈ താറാവുകളുടെയും കോഴികളുടെയും കൂട്ടിനകത്തേക്ക് കയറി അവയെ അടുത്തുനിന്ന് കാണാനും തൊടാനൊക്കെ പറ്റും. ഇവയെല്ലാം നോക്കുന്നതും പരിപാലിക്കുന്നതും ഇവിടെ അടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ കൂടുകളുടെ തൊട്ടടുത്തായിട്ട് കുറച്ച് വീടുകളുണ്ട്. അവിടെയുള്ളവരാണ് ഇവയുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്. താറാവുകൾക്ക് നീന്താനും കുളിക്കാനൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം കുറച്ച് ചെളി നിറഞ്ഞതായിരുന്നു. എന്നാലും ഞാൻ ആലോചിച്ചത് ഈ ചെളിവെള്ളത്തിലൊക്കെ കുളിച്ചിട്ടും ഇവരുടെ കളർ എങ്ങനെയാണ് ഇത്ര പ്യുവറായിട്ട് ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഇവിടെ ഒരാൾ വികൃതി കാണിച്ച് കുറേ താറാവുകളെ പോണ്ടിന് ചുറ്റും ഓടിക്കുകയായിരുന്നു. 1-2 തവണയല്ല, കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അവസാനം ഗതി കെട്ടിട്ടാണോ പേടിച്ചിട്ടാണോ എന്നറിയില്ല,
എല്ലാം കൂടി നേരെ അവരുടെ കൂട്ടിൽ കയറി. അതോടെ പിന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ എല്ലാം കൂട്ടിനകത്ത് സേഫായിട്ട് ഒതുങ്ങിയിരുന്നു. ഇതാണ് ഇവിടുത്തെ റാബിറ്റ് ഫാം. നമ്മൾ നേരത്തെ മന്നവന്നൂർ റാബിറ്റ് ഫാമിൽ കണ്ട അതേപോലെയുള്ള ഫ്ലഫി റാബിറ്റ്സ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കുറേ കുഞ്ഞു റാബിറ്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇവിടെ 2 പേര് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവയെ അടുത്ത് ചെന്ന് തൊടാനൊക്കെ പറ്റും. പക്ഷേ റാബിറ്റുകൾക്ക് പൊതുവേ ഒരു മാന്തുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ തൊടാനും തലോടാനൊന്നും പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ റാബിറ്റുകൾക്ക് നമുക്ക് ഇവിടെ ഫുഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഓർഗാനിക് ഫാമാണ്. റിസോർട്ടിൻ്റെ തൊട്ടു മുന്നിൽ തന്നെ ഇവർക്ക് നല്ലൊരു കൃഷിയിടം ഉണ്ട്. വൈകുന്നേരത്തെ വിളവെടുപ്പിനായി അടുത്തുള്ള സ്ത്രീകൾ പച്ചക്കറികൾ പറിച്ച് ചാക്കിലാക്കി കൊണ്ടുവന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല പച്ചപ്പുള്ള ലോണും ചുറ്റുമുള്ള ചെടികളും പൂക്കളൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു വ്യൂ ആയിരുന്നു. കൂടാതെ ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ സ്നാക്സ് കഴിക്കാനായി അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ചായയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു ഇന്നത്തെ സ്നാക്സ്. ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ പ്രതീക്ഷിച്ചത്ര കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ലഞ്ചിനേക്കാളും കുറച്ചും കൂടി നന്നായത് ഡിന്നർ തന്നെയാണ്. രാത്രിയായാലും ഇവിടുത്തെ വൈബ് വേറെ തന്നെയാണ്. ദൂരെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ പട്ടികളുടെ ശല്യം കാരണം രാത്രി അധികം നേരം പുറത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ. നിറയെ ചെടികളും പൂക്കളൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇപ്പം സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ തന്നെ വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. സീസൺ കാരണമാകാം പ്രതീക്ഷിച്ചത്ര ഒരു മഞ്ഞോ തണുപ്പോ രാവിലെ തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ നമ്മുടെ കോഴികളും താറാവുകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു കേട്ടോ. ബ്രഷിങ് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും നേരെ അവരൊക്കെ കാണാൻ പോയി. ഇന്ന് ചെക്കൗട്ട് ആയതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് നല്ല വിഷമമായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഒരു ബായ് പറയാൻ കൂടിയായിരുന്നു രാവിലത്തെ ആ പോക്ക്. റാബിറ്റുകളെല്ലാം കൂടിനുള്ളിൽ തന്നെയായിരുന്നു. 2 പേരും മാത്രം പുറത്തുണ്ടായിരുന്നു. താറാവുകളെയും കോഴികളെയും പോലെ അവരെ പുറത്തിറക്കി വിടാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് പട്ടികളുടെ ശല്യം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് റാബിറ്റുകളെ സുരക്ഷിതമായിട്ട് അവരുടെ കൂടിനുള്ളിൽ തന്നെയാണ് വെച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റായ ഓർഗാനിക് ഫാമിലേക്കാണ് പോയത്. അവിടെ സ്ട്രോബെറി അടക്കമുള്ള നിരവധി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബാസ്ക്കറ്റ് തരും. ഇഷ്ടമുള്ളത് നേരെ പറിച്ചെടുത്ത് അവസാനം വെയിറ്റ് നോക്കി വാങ്ങിക്കാം. ഫ്രൂട്ട്സിൽ സ്ട്രോബെറിക്ക് പുറമെ ബ്ലൂബെറിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ലഞ്ചിന് കുടിച്ച സ്ട്രോബെറി ബ്ലൂബെറി ജ്യൂസുകൾക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്ത ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂബെറീസ് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ബ്ലൂബെറി മാത്രം നമുക്ക് നേരിട്ട് പറിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിൽ നിന്ന് ഫ്രഷായി സ്ട്രോബെറിയും മറ്റ് ഫ്രൂട്ട്സുകളൊക്കെ നേരിട്ട് പറിച്ചെടുത്ത് വെയിറ്റ് നോക്കി വാങ്ങുന്ന രീതി ഞാൻ കാനഡ, ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഞങ്ങളെല്ലാവർക്കും അത് വളരെ വ്യത്യസ്തവും സന്തോഷം നിറഞ്ഞതായിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം കൈകൊണ്ട് ഫ്രഷായി പറിച്ചെടുത്ത് വാങ്ങുന്നതിന് ഒരു പ്രത്യേക രസം തന്നെയുണ്ട്. ഇവിടെ നമുക്ക് അൺലിമിറ്റഡായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പറിച്ചെടുക്കാം. അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. ഫ്രൂട്ട്സിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയുമാണ് മെയിൻലി ഉള്ളത്. ഏക്കറുകളോളം പരന്നിറക്കുന്ന ഈ ഒരു ഫാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലായതുകൊണ്ട് പിക്കിംഗ് കുറച്ച് ഹെക്ടിക്കായി തോന്നി. പേഴ്സണലി ഈ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പിക്കിംഗ് വൈകുന്നേരത്തെ തണുപ്പിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എൻജോയബിൾ എന്ന് എനിക്ക് തോന്നി. നെക്സ്റ്റ് നമ്മൾ പിക്ക് ചെയ്യാൻ പോയത് ക്യാരറ്റ് ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ക്യാരറ്റ് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്, കാരണം അത് മണ്ണിനടിയിലല്ലേ വളരുന്നത്. പക്ഷേ ആക്ച്വലി ഏറ്റവും ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റിയത് ക്യാരറ്റ് തന്നെയായിരുന്നു. മുകളിലെ ഇലകളിൽ നിന്ന് പിടിച്ച് അധികം ഫോഴ്സ് കൊടുക്കാതെ ഒന്ന് പുള്ള് ചെയ്താൽ മതി. ക്യാരറ്റ് നേരെ മണ്ണിൽ നിന്ന് പുറത്തോട്ട് വരും. ഇവിടെ വെജിറ്റബിൾസിൽ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, നുക്കാൽ, ബീട്രൂട്ട്, ബീൻസ് എന്നിവയൊക്കെയാണ് ഉള്ളത്. ഇതാണ് രാഹുൽ. ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ഫാം മുഴുവൻ ഗൈഡ് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നത് രാഹുൽ തന്നെയായിരുന്നു. ക്യാബേജ് ആൻഡ് കോളിഫ്ലവർ അവർ റീസെൻ്റ്ലി പ്ലാന്റ് ചെയ്തതുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതെടുത്തില്ല. ഇവിടെ ഫാം സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഫാം വിസിറ്റ് ചെയ്യാനായി പുറത്തു നിന്നും ഒരുപാട് വിസിറ്റേഴ്സ് എസ്പെഷ്യലി ഈവനിങ് ടൈമിൽ എത്താറുണ്ട്. പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വെയിറ്റ് ചെക്ക് ചെയ്യാൻ നേരെ ഓഫീസിലേക്ക് പോകണം. വെയിലിൻ്റെ ചൂടിൽ എല്ലാവരും നല്ല ടയർഡായിരുന്നു കേട്ടോ.
അവർ ഓൾറെഡി പിക്ക് ചെയ്ത് ബോക്സിലാക്കിയ സ്ട്രോബെറീസ് ആൻഡ് ബ്ലൂബെറീസ് കൂടാതെ അവിടെ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് സ്ട്രോബെറി സിറപ്പ്, സ്ട്രോബെറി ജാം എന്നിവയും സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂബെറീസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഏകദേശം ഗ്രേപ്സിൻ്റെ ടേസ്റ്റ് പോലെ തോന്നി. അതുകൊണ്ട് ബ്ലൂബെറീസ് വാങ്ങിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചത് സ്ട്രോബെറീസും സ്ട്രോബെറി ജാമും സ്ട്രോബെറി സിറപ്പും തന്നെയായിരുന്നു കേട്ടോ. സ്ട്രോബെറി ജാമിനും സ്ട്രോബെറീസിനും 300 രൂപയും സ്ട്രോബെറി സിറപ്പിന് 200 രൂപയായിരുന്നു ഉള്ളത്. എനിക്ക് ഏറ്റവും ടേസ്റ്റിൽ ഇഷ്ടമായത് സ്ട്രോബെറി സിറപ്പ് തന്നെയായിരുന്നു. 12-നായിരുന്നു ഞങ്ങളുടെ ചെക്ക് ഔട്ട് ടൈം. ഇറങ്ങാൻ നേരം ഇവിടെ ഒരാൾക്ക് വലിയ സങ്കടവും കരച്ചിലും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റാബിറ്റ്സിനോടും താറാവുകളോടും കോഴികളോടും യാത്ര പറഞ്ഞിട്ട്, അതുപോലെ പുറത്തിരിക്കുന്ന ഈ ഒരു കുട്ടി കുറുമ്പനോടും ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരിക്കൽ കൂടെ ഇവിടെ വരണമെന്ന്. പക്ഷേ പലപ്പോഴും അതൊരു ആഗ്രഹമായിട്ട് തന്നെ ബാക്കിയാവും. കാരണം അടുത്ത യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു സ്ഥലവും മറ്റൊരു എക്സ്പീരിയൻസും മറ്റൊരു മെമ്മറീസും ആയിരിക്കും.